കാർട്ടൂൺ വരയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക്കാണ്. എല്ലാവരും വിചാരിക്കുമ്പോൾ എന്നോട് ചോദിക്കാറുണ്ട്, ഞാനിപ്പോൾ ചുവർച്ചിത്രം കൂടി ചെയ്യുന്ന ആളായ കാരണം ചുവർച്ചിത്രം വരയ്ക്കാനാണോ കാർട്ടൂൺ വരയ്ക്കാനാണോ എളുപ്പമെന്ന് പലരും ചോദിക്കാറുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് എപ്പോഴും ടഫ് കാർട്ടൂൺ തന്നെയാണ്. എൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ വളരെ ചെറിയൊരു പ്ലോട്ടാണിതിന്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ മലയാള മനോരമയുടെ ബിസിനസ് പേജിലാണ് ഞാൻ വരച്ചിരുന്നത്, പേപ്പറിൻ്റെ എല്ലാ മൺഡേയ്സ് വരും. ആ സമയത്ത് വരയ്ക്കുമ്പോൾ നമുക്കൊരു 9 സെൻറ്റിമീറ്ററിൻ്റെ ഒരു കോളാണ് അവരാകെ നമുക്ക് തരണം. നമ്മൾ ഏത് കാർട്ടൂൺ എടുത്താലും ഈ കാർട്ടൂൺ പറയുന്ന സ്റ്റോറി എന്ന് പറയുന്നത് വളരെ വലുത്. ഇതിൻ്റെ ബാക്കിലും അത് കഴിഞ്ഞിട്ടും കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും. അതിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ഒരു എസൻസ് എന്നൊക്കെ പറയാം, അത് മാത്രം നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ എന്താണ് നടക്കണമെന്നും എന്താണ് നടക്കാൻ ചാൻസ് ഉള്ളതെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മളൊരു ഡയലോഗായിരിക്കും എഴുതുന്നത്, ഈ ഡയലോഗ് എന്തിനെക്കുറിച്ചാണെന്ന് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അത് കാർട്ടൂണിസ്റ്റിൻ്റെ ഒരു പരാജയമാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതിലൊരു ഹാസ്യം കൊണ്ടുവരണം. നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഇതിലൊരു ഹാസ്യം വേണം. ഏറ്റവും ഷോർട്ടസ്റ്റായിട്ട് നമ്മൾ എഴുതാൻ പഠിക്കണം. ഇപ്പോൾ OV വിജയൻ കാർട്ടൂണിസ്റ്റ് കൂടിയാണ്. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ അതിഥി ഒരു കലാകാരനാണ്, ശ്രീ മനോജ് മത്തശ്ശേരിൽ. ഇദ്ദേഹം കാർട്ടൂണിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. കാർട്ടൂണിന് സംസ്ഥാന തലത്തിൽ 3 തവണ അവാർഡ് നേടിയിട്ടുള്ള ആളാണ് ശ്രീ മനോജ് മത്തശ്ശേരിൽ. മനോജ്, സ്വാഗതം. താങ്ക് യു. എൻ്റെ പേര് മനോജ് എന്നാണ്, മനോജ് മത്തശ്ശേരിൽ. ഞാൻ എറണാകുളത്ത് ചിറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ച് വളർന്നത്. ബേസിക്കലി ഞാനൊരു എൻജിനീയറാണ്. ഞാനൊരു MNCയിൽ വർക്ക് ചെയ്യായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നാൾ ബിസിനസ് ചെയ്തു. അതൊക്കെ കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് എൻ്റെ പാഷനായിരുന്ന ആർട്ട്, അതിലേക്ക് ഞാൻ തിരിച്ചു വരികയായിരുന്നു. ഇപ്പോൾ എനിക്ക് എൻ്റെ ഓൺ സ്റ്റുഡിയോ എറണാകുളത്ത് തന്നെ ചിറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്റ്റുഡിയോ മനോജ് മത്തശ്ശേരിൽ എന്ന് പറഞ്ഞ എൻ്റെ ഒരു സ്റ്റുഡിയോ ഉണ്ട്. അവിടെ കുറേ കുട്ടികളുടെ ക്ലാസ്സസ് നടക്കുന്നുണ്ട്, മ്യൂറൽ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അതുകൂടാണ്ട് എൻ്റെ വർക്കുകളും എൻ്റെ എഴുത്ത് കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നു പോകും. മനോജ് കാർട്ടൂണിസ്റ്റ് എന്ന നിലയിലാണ് കൂടുതൽ അറിയപ്പെടുന്നത്, അല്ലേ? സംസ്ഥാന തലത്തിൽ 3 തവണ അവാർഡ് നേടിയിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു ആ അവാർഡ്സ് ഒക്കെ? കാർട്ടൂണിന് ഞാൻ കാർട്ടൂണിസ്റ്റാണ്, പക്ഷേ അതുകൂടാണ്ട് ഞാൻ ആർട്ടിസ്റ്റാണ്. കുറേ മേഖലകളിൽ വർക്ക് ചെയ്യുന്നുണ്ട് കലയുടെ, അറിയാമല്ലോ. മെയിനായിട്ട് എനിക്ക് അവാർഡ്സ് കിട്ടിയെന്ന് പറഞ്ഞാൽ, ഒന്ന് സംസ്ഥാന തലത്തിൽ 3 തവണ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ കേരള സംസ്ഥാനത്തിൻ്റെ അവാർഡാണ് 2 എണ്ണം. ഒന്ന് നമ്മുടെ കേരള സ്റ്റേറ്റ് അവാർഡ് 2012 സ്റ്റേറ്റ് അവാർഡിൽ ഓണറബിൾ മെൻഷൻ കിട്ടിയിരുന്നു. പിന്നെ ആ വർഷം തന്നെ മദ്യത്തെക്കുറിച്ചുള്ളൊരു സെൻട്രൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും ഇവരും കൂടി ചേർന്നിട്ട്, കേരള ലളിതകലാ അക്കാദമിയും കൂടി ചേർന്നിട്ടൊരു കോമ്പറ്റീഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനും സ്റ്റേറ്റ് ലെവലിൽ സെക്കൻഡ് ഉണ്ടായിരുന്നു. പിന്നെ 3ാമത്തെ അവാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള മനോരമ പേപ്പർ മാധ്യമ അവാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് അവർ മാവേലിയെ കുറിച്ചിട്ടുള്ള ഒരു വർഷത്തിൽ 2012 തന്നെ അത് മാവേലി കണ്ട കേരളം എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ ഒരു അവാർഡ് അവർ ഡിസൈഡ് ചെയ്തു. അതായത് നമ്മൾ മാവേലി വന്നിട്ട് കാണുന്നത് എന്താണെന്നുള്ളത് നമ്മൾ വരയ്ക്കണം. അപ്പോൾ അതിനാണ് എനിക്ക് ഫസ്റ്റ് പൊസിഷൻ കിട്ടിയത്. അങ്ങനെ മലയാള മനോരമയിലെ മനോജ് കാർട്ടൂൺ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നു, അല്ലേ? അതെ. പിന്നെ അതുകൂടാതെ വേറെ പല സ്ഥലത്തും കാർട്ടൂൺസ് വരയ്ക്കാറുണ്ട്. കാർട്ടൂൺ അക്കാദമിയുടെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ ഞാൻ ആ പദവിയിലില്ല, പഴയ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. ആ സമയത്തൊക്കെ ഒരുപാട് എക്സിബിഷൻ മാത്രമല്ല, ക്യാരിറ്റൂൺ എന്ന് പറഞ്ഞിട്ടൊരു ഇന്റർനാഷണൽ ഷോ നടന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഫെസ്റ്റിവൽ ഡയറക്ടറായിരുന്നു. ആ വർഷം അത് ഞാൻ ജോയിന്റ് സെക്രട്ടറി ആയതിൻ്റെ നെക്സ്റ്റ് ഇയറിലാണ്. അത് ലോകത്തിൻ്റെ എല്ലാ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കാർട്ടൂണിസ്റ്റുകളെ നമ്മൾ കൊച്ചിയിൽ ഒരു സ്ഥലത്തേക്ക് കൺസോൾട്ടേറ്റ് ചെയ്ത് അവരുടെ വർക്കുകളെല്ലാം പലവിധ ഷോസായിട്ട്, ചില സ്ഥലങ്ങളിൽ വീഡിയോ ഷോസ്, ചില സ്ഥലങ്ങളിൽ എക്സിബിഷൻസ്, അങ്ങനെ ഒരു പ്രോഗ്രാം ദിവസങ്ങളോളമുള്ള പരിപാടി. അത് 3 ദിവസം 4 ദിവസം ഉണ്ടായിരുന്നു. അതിൻ്റെ ശരിക്കും ഫെസ്റ്റിവൽ ഡയറക്ടർ ഞാനായിരുന്നു ആ വർഷം. ഓക്കെ. മനോജ് ഇപ്പോൾ ഒരു ആർട്ട് ടീച്ചർ കൂടിയാണ്. ഈ കാർട്ടൂണിന് ക്ലാസ് കൊടുക്കുന്നുണ്ടോ? കാർട്ടൂണിന് നമുക്ക് ക്ലാസ് എടുക്കുകയെന്ന് വെച്ചാൽ, കാർട്ടൂണിന് നമുക്ക് ബേസിക് കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം സാധാരണയായിട്ട്. അതായത് നമ്മൾ ഒരു കുട്ടി വരയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾ കാർട്ടൂൺ വരയ്ക്കാൻ ഇഷ്ടമുള്ള ഒരാൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമുക്കല്ലാണ്ട് കാർട്ടൂണിന് മാത്രമായിട്ട് അങ്ങനെ ഒരു ക്ലാസ് കുറേ വർക്കുകൾ ചെയ്യിക്കുക എന്നുള്ള മാത്രമുണ്ട്. അല്ലാണ്ട് നമുക്കിങ്ങനെ ഒരു കൂടുതലും നമ്മുടെ ചിന്തയിൽ നിന്ന് വരേണ്ടതാണ്. എന്ന് വെച്ചാൽ കാർട്ടൂൺ വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക്കാണ്. എല്ലാവരും വിചാരിക്കുമ്പോൾ എന്നോട് ചോദിക്കാറുണ്ട്, ഞാനിപ്പോൾ ചുവർച്ചിത്രം കൂടി ചെയ്യുന്ന ആളായ കാരണം ചുവർച്ചിത്രം വരയ്ക്കാനാണോ കാർട്ടൂൺ വരയ്ക്കാനാണോ എളുപ്പമെന്ന് പലരും ചോദിക്കാറുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് എപ്പോഴും ടഫ് കാർട്ടൂൺ തന്നെയാണ്. കാർട്ടൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ വളരെ ചെറിയൊരു പ്ലോട്ടാണിതിന്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ മലയാള മനോരമയുടെ ബിസിനസ് പേജിലാണ് ഞാൻ വരച്ചിരുന്നത്, പേപ്പറിൻ്റെ എല്ലാ മൺഡേയ്സ് വരും. ആ സമയത്ത് വരയ്ക്കുമ്പോൾ നമുക്കൊരു 9 സെൻറ്റിമീറ്ററിൻ്റെ ഒരു കോളാണ് അവരാകെ നമുക്ക് തന്നത്. അതായത് 4 സെൻറ്റിമീറ്റർ ബൈ 9 സെൻറ്റിമീറ്ററാണ് നമുക്ക് കിട്ടുന്ന സ്പേസ്. പക്ഷേ ഏത് കാർട്ടൂൺ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ആ കാർട്ടൂൺ എന്നല്ല, നമ്മൾ ഏത് കാർട്ടൂൺ എടുത്താലും
ഈ കാർട്ടൂൺ പറയുന്ന സ്റ്റോറി എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഒറ്റ ഫ്രെയിമിൽ നമുക്ക് ആ കാര്യം പറയാം. അതെ, ഇതിൻ്റെ ബാക്കിലും അത് കഴിഞ്ഞിട്ടും കുറേ കാര്യങ്ങൾ നടക്കണ്ടാവും. അതെ. അപ്പം അതിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ഒരു എസൻസ് എന്നൊക്കെ പറയാം, അത് മാത്രം നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ എന്താണ് നടക്കണമെന്നും എന്താണ് നടക്കാൻ ചാൻസ് ഉള്ളതെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം, ഫസ്റ്റ് തിങ്. രണ്ടാമത്തെ കാര്യം, ഇത് വായിക്കുന്ന ആൾക്ക് ഇതേപോലെ തന്നെ മനസ്സിലാവണം. നമ്മളൊരു ഡയലോഗായിരിക്കും എഴുതുന്നത്, ഈ ഡയലോഗ് എന്തിനെക്കുറിച്ചാണെന്ന് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അത് കാർട്ടൂണിസ്റ്റിൻ്റെ ഏറ്റവും വലിയൊരു പരാജയമാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതിലൊരു ഹാസ്യം കൊണ്ടുവരണം. നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഇതിലൊരു ഹാസ്യം വേണം. പിന്നെ ശരിക്കും ഒരു കണ്ടൻറ് റൈറ്റിംഗ് ഒക്കെ പറഞ്ഞ ഒരു സംഭവമാണ് ശരിക്കും കാർട്ടൂൺ എന്ന് പറഞ്ഞാൽ. അതിൽ ഏറ്റവും ഷോർട്ടസ്റ്റായിട്ട് നമ്മൾ എഴുതാൻ പഠിക്കണമെന്നല്ല. ഇപ്പോൾ OV വിജയൻ കാർട്ടൂണിസ്റ്റ് കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ കാർട്ടൂൺസിലുള്ളൊരു പ്രധാന ഒരു രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡയലോഗ്സേ ഉണ്ടാവില്ല, ചെറിയ വരകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ശരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഈവൻ പഴയ നമ്മുടെ ഡയറക്ടർ അരവിന്ദൻ സാർ ഇതൊക്കെ അങ്ങനെ ചെയ്തിരുന്നവരാണ്. അപ്പോൾ കാർട്ടൂൺ ചെയ്യുമ്പോൾ ഏറ്റവും ക്രിസ്പായിട്ട് നമ്മുടെ ഐഡിയ നമ്മൾ കൊടുക്കണം. ആ കൊടുക്കുന്ന ഐഡിയ കൃത്യമായിട്ട് കാണുന്ന ആൾക്ക് മനസ്സിലാവണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഫ്രെയിമിൽ നിന്നുകൊണ്ടാണ് കുട്ടികളെ നമ്മൾ കാർട്ടൂണിന് ട്രെയിൻ ചെയ്യിക്കുന്നത്. അതായത് എങ്ങനെ ഡയലോഗ് പ്രസൻറ്റ് ചെയ്യണം, അതിൽ ബബിൾസ്, നമ്മൾ ബലൂൺ ബബിൾസ് എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അത് ഏതൊക്കെ ടൈപ്പ് ഉണ്ട്, അത് എന്തിനൊക്കെ യൂസ് ചെയ്യണം, അതൊക്കെ കുട്ടികൾക്ക് ഇപ്പോഴും വളരെ കുറച്ചേ അറിയുള്ളൂ ആ ഒരു കാര്യം. പിന്നെ മൂന്നാമത്തെ കാര്യം, ഇതിൽ ഹാസ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ നല്ല റീഡിങ് വേണം. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ വരയ്ക്കണത് ഡേ ടു ഡേ അഫയേഴ്സിനെ കുറിച്ചാണെങ്കിൽ നമ്മൾ എന്താണ് നടന്നതെന്നും അടുത്തത് എന്താ നടക്കാൻ പോണേന്നും വേണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കാർട്ടൂൺ ഉണ്ട്. ആ കാർട്ടൂണിൻ്റെ പുറകെ ഒരു കഥയും കൂടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറയാം. അതായത് ഒരു കോഴി, ഒരു തത്തയുടെ കൂട്ടിലൊരു കോഴി കിടക്കുന്നു. തത്തയുടെ കൂട്ടിലൊരു കോഴി കിടക്കുന്നു, അതിൻ്റെ താഴെ ഒരു ഉടമസ്ഥൻ നിൽക്കുന്നുണ്ട്. അയാൾ പറയുകയാണ്, ഞാൻ ഈ കോഴിയെ കറി വയ്ക്കാൻ മേടിച്ചാണ്, പക്ഷേ എനിക്ക് കൊല്ലാൻ തോന്നുന്നില്ല, ഞാൻ വളർത്തുകയാണെന്നും പറഞ്ഞിട്ട്. അതാണ് ക്യാപ്ഷൻ, കൊല്ലാൻ തോന്നുന്നില്ല, ഞാൻ വളർത്തുകയാണ് എന്നും പറഞ്ഞിട്ട് ഒരു തത്തക്കൂട്ടിലൊരു കോഴി ഇട്ടേക്കണം. റീസൺ എന്താണെന്ന് വെച്ചാൽ കോഴിക്ക് ഏറ്റവും കൂടുതൽ വില കൂടിയിരിക്കുന്ന സമയത്ത് വരച്ച കാർട്ടൂണാണത്. അതായത് ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയൊരു വർക്കാണ്. എന്ന് വെച്ചാൽ കൊല്ലാൻ തോന്നുന്നില്ല, കോഴി മേടിച്ചാൽ കറി വയ്ക്കാനാണ്, പക്ഷേ വില കേട്ടിട്ട് കൊല്ലാൻ തോന്നുന്നില്ല, തത്തയുടെ കൂട്ടിലിട്ടിട്ട് വളർത്തുകയാണ് കോഴി. അതായിരുന്നു കാർട്ടൂൺ. ഇത് ഞാനൊരു ദിവസം ഇത് വരച്ച് ഇത് മൺഡേ മനോരമയിൽ വന്നു. അപ്പോൾ ഞാനിത് കണ്ടിട്ടില്ല. ഞാൻ രാവിലെ ട്രിവാൻഡ്രത്തേക്ക് യാത്ര പോവുക, അത് ട്രെയിനിലാണ്, മദ്രാസ് മെയിലാണ്. അപ്പോൾ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി, ഞാൻ പേപ്പർ കണ്ടിട്ടില്ല അന്നത്തെ. അപ്പോൾ എൻ്റെ മുമ്പിൽ 3-4 പേര് ഇരിപ്പുണ്ട്. അവർ മനോരമ പേപ്പർ നോക്കിയിട്ട് ഇവർ ചിരിക്കേണ്ടിരുന്നിട്ട്. അപ്പോൾ എന്താ കാര്യം എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നിട്ട് ഈ കാർട്ടൂണിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യണം. അതായത് ഇത് നല്ല കാർട്ടൂണാണ്, ഇതാണ്. ഇപ്പോൾ വരച്ചാൾ നേരെ മുമ്പിലിരിക്കുകയാണ്. പക്ഷേ അവർ കോട്ടയത്തായപ്പോൾ അവർ ഇറങ്ങിപ്പോയി. അവർ എന്നെ നോക്കി ചിരിക്കേണ്ടായിരുന്നു, ഇറങ്ങി ഞാനും നോക്കി ചിരിച്ചു. പക്ഷേ ഞാൻ അവരോട് പറഞ്ഞില്ല, ഞാനാ വരച്ചെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചില രസകരമായിട്ടുള്ള അനുഭവം ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ കാർട്ടൂൺ എത്ര കൊണ്ട് ആളുകളിലേക്ക് ഇറങ്ങി ചെന്നു എന്ന് എനിക്ക് നേരിട്ട് കാണാൻ പറ്റി. അതെപ്പോഴും നമുക്ക് സാധിക്കില്ല. ഇതേപോലെ ചീത്തയും കേൾക്കും ചിലപ്പോൾ വരയ്ക്കും. പച്ചത്തെറി വിളിച്ച് പറയുന്ന ആളുകളുണ്ട് വിളിച്ചിട്ട് രാവിലെ. ചില സമയത്ത് നമ്മൾ ചില സംഭവങ്ങളെ കുറിച്ച് പറയേണ്ടി വരും. ഞാൻ ഇതിൻ്റെ ഓർഗനൈസേഷൻ്റെ പേര് പറയുന്നില്ല, ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷനാണ്. അവിടെ ഒരിടയ്ക്ക് ഒരു നിയമം വെച്ചു. അതായത് നേരത്തെ ചെല്ലുകയാണെങ്കിൽ, വർക്കിന് 10 മണിക്ക് എത്തുകയാണെങ്കിൽ അന്ന് ലഞ്ചിനുള്ളൊരു കൂപ്പൺ ഫ്രീ ആയിട്ട് കൊടുക്കും. അത് നമ്മുടെ കേരളത്തിൽ നടന്നതാണ്. അത് ഒരിടയ്ക്ക് പേപ്പറിൽ വന്നതുമാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ബിസിനസ്സിൽ വരച്ചിരുന്നത്. അപ്പോൾ ലഞ്ചിന് ചെല്ലുകയാണെങ്കിൽ ഇവരൊരു കൃത്യമായിട്ട് ഇവരൊരു കൂപ്പൺ കൊടുക്കും. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഡേ മോർണിംഗിൽ വരച്ചതെന്ന് വെച്ചാൽ, ഇനി കുറച്ച് 5 മിനിറ്റ് നേരത്തെ എത്തുകയാണെന്നുണ്ടെങ്കിൽ കിടക്കാനുള്ളൊരു തലയിണയും ഒരു പില്ലോയും കൂടി കൊടുക്കുന്നു പറഞ്ഞ് വരച്ചു. ഇത് ഭയങ്കര ഇഷ്യൂ ആയി. ഇത് പറഞ്ഞിട്ട് എന്നെ ഒരുപാട് പേര് ചീത്ത വിളിച്ചിട്ടുണ്ട് രാവിലെ. ഞാൻ ഇത്ര പറഞ്ഞുള്ളൂ, നേരത്തെ 10 മണിക്കത്തെ ഫുഡിൻ്റെ കൂപ്പൺ, കുറച്ചും കൂടി നേരത്തെ എത്തുകയാണെങ്കിൽ ഒരു ബെഡും ഉറങ്ങാനും കൂടി കിട്ടും. പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അന്ന് ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് എന്നെ വിളിച്ച് രാവിലെ. ചിത്രകലയിൽ തന്നെ മറ്റു വിഭാഗങ്ങൾ നമുക്ക് ഒരാളെ പഠിപ്പിക്കാൻ പറ്റും, അല്ലാതെ കാരണം ഇതിങ്ങനെ വരയ്ക്കണം, ഇങ്ങനെ കളർ അപ്ലൈ ചെയ്യണം, അങ്ങനെ പറ്റും. പക്ഷേ കാർട്ടൂൺ അങ്ങനെ ഒരാൾക്ക് പകർന്നു കൊടുക്കാം. അതെ, ഇതിന് ഒന്നാമത് നമുക്കൊരു ഹ്യൂമർ സെൻസ് വേണം വരയ്ക്കണ ആൾക്ക്. രണ്ടാമത് നല്ല റീഡിങ് വേണം, നല്ല ഒബ്സർവേഷൻ വേണം. ഈ 3 കാര്യങ്ങൾ വേണം. പിന്നെ നമുക്കാകെ വരയുടേതായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്ലെക്സിബിളായിട്ട് വരയ്ക്കാൻ പഠിക്കണം. ഭയങ്കര ഇങ്ങനെ നമ്മൾ എന്താ പറയുക, അനാട്ടമി ഒന്നും നോക്കി അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും വരയ്ക്കണ്ട. കൈ കണ്ട കൈയാണെന്നും കാല് കണ്ട കാലാണ്, ഒന്നും വേണ്ട. 2 ഇമോജി വെച്ചാൽ ഒരു കാർട്ടൂൺ വരയ്ക്കാം ഇന്നത്തെ കണ്ടീഷനിൽ. 2 ഇമോജി വരയ്ക്കാൻ അറിയാവുന്ന കുട്ടിക്ക് കാർട്ടൂൺ വരയ്ക്കാം. പക്ഷേ റീഡ് ചെയ്യണം, നന്നായിട്ട് ക്രിസ്പായിട്ട് സംഭവങ്ങളെ പ്രസൻറ്റ് ചെയ്യാൻ പഠിക്കണം. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ കാർട്ടൂൺ ക്ലാസ്സസ് എടുക്കുമ്പോൾ മെയിനായിട്ട് ട്രെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി കാർട്ടൂൺ അല്ലാതെ മനോജ് ഒരു നല്ല മ്യൂറൽ ആർട്ടിസ്റ്റ് കൂടിയാണ്. ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. ഒരുപാട് ചിത്രങ്ങൾ പുറത്തേക്കൊക്കെ മിക്കവാറും കുറേ രാജ്യങ്ങളിലേക്ക് മനോജിന്റെ ചിത്രങ്ങൾ പോയിട്ടുണ്ട് അല്ലേ? കൂടുതലും എത്തരത്തിലുള്ള സബ്ജക്റ്റാണ് നമ്മൾ സാധാരണ മ്യൂറൽ വരയ്ക്കാൻ വരുന്നവർ എപ്പോഴും നമ്മുടെ അടുത്ത് ആവശ്യപ്പെടുന്നത്? ഒരു രാധാകൃഷ്ണ,
അല്ലെങ്കിൽ ഒരു ഗണപതി, അനന്തശയനം, അതെ, പ്രദോഷ നൃത്തം, ഇങ്ങനെയുള്ള ചിത്രങ്ങളാണ് സാധാരണ ആളുകളുടെ മനസ്സിലുള്ള മ്യൂറൽ. പക്ഷേ എനിക്ക് കിട്ടിയൊരു ഭാഗ്യം, അല്ലെങ്കിൽ ഞാൻ കൂടുതൽ അതിന് വേണ്ടിയിട്ട് എഫേർട്സ് എടുക്കണോണ്ടാണോ എന്നറിയില്ല, ഞാൻ ചെയ്തിരിക്കുന്ന വർക്കുകൾ പലതും മ്യൂറലിൻ്റെ ശൈലിയിൽ നിന്ന് ഒരു തരി പോലും മാറാതെ സബ്ജക്ട്സിൽ ഒരുപാട് പുതുമ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ഏറ്റവും വലിയ എക്സാമ്പിൾ, സിംഗപ്പൂരുള്ള ഒരു കളക്ടർ എന്നെ കൊണ്ടൊരു വർക്ക് ചെയ്യിച്ചു. ആ വർക്കിൽ നമ്മൾ പറയണ കുടക് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, കൂർഗ്. ഈ കൂർഗിൻ്റെ സ്റ്റോറിയാണ് പറയണത്. അതായത് കൂർഗിൻ്റെ മിത്തോളജി എന്താണ്, ഹിസ്റ്ററി എന്താണ്, മിത്തോളജി, ഇതെല്ലാം പറഞ്ഞ് വന്നിട്ട് അവസാനം ഇന്നത്തെ കൂർഗിലെത്തും. ഇതായിരുന്നു ആ ചിത്രം. ഏതാണ്ട് എനിക്ക് തോന്നുന്നു 35 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അതിൻ്റെ ടോട്ടൽ സൈസ് ഒറ്റ പാനലാണ്, ഒറ്റ പാനലാണ് ചെയ്യുന്നത്. അതായത് അഗസ്ത്യ മുനിയുടെ ഒരു കഥയിലാണ് തുടങ്ങണം. അഗസ്ത്യ മുനി വരുന്നു, കാവേരിയെ വിവാഹം ചെയ്യുന്നു, അങ്ങനെയാണ് ആ കൂർഗിൻ്റെ സ്റ്റോറി വരുന്നത്. ആ സ്റ്റോറി ഫുള്ള് വരുന്നുണ്ട് അതിൽ. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ഇന്നത്തെ കൂർഗ് എന്താണെന്നുള്ളത് കാണിക്കണം. പിന്നെ അവിടുത്തെ കൾച്ചർ, അവിടുത്തെ ഡാൻസ് ഫോംസ്, അവിടുത്തെ മ്യൂസിക്, പിന്നെ അവിടുത്തെ കൃഷി, ഇതെല്ലാം കാണിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുമോ. അതെനിക്ക് തോന്നുന്നു എനിക്ക് കിട്ടിയൊരു ഭയങ്കര ഒരു ബ്രേക്ക് ത്രൂ ആണ് ശരിക്കും എനിക്ക്. എന്ന് വെച്ചാൽ അത് ഞാൻ കൂർഗിൽ പോയിട്ടാണ് ഞാൻ അത് പ്ലേസ് ചെയ്തത്. മ്യൂറലിന്റെ ശൈലിയിലാണ് ചെയ്തത്. ഫുൾ മ്യൂറലാണ്. എന്ന് വെച്ചാൽ അവർ സിംഗപ്പൂർ സെറ്റിൽ ഡൗൺ ചെയ്തിരിക്കുന്ന ഒരു കുർഗി ഫാമിലിയാണ്. അപ്പോൾ അവർക്കത് അവരുടെ ഒരു ട്രഡീഷൻ കളയരുതെന്ന് വെച്ചാൽ, പക്ഷെ അവർ അത് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇപ്പോഴും കൂർഗിലുണ്ട് അവർക്ക്. ഞാൻ നേരിട്ട് പോയിട്ടാണ് അത് കൂർഗിൽ വെച്ച്. അങ്ങനെ ഒരെണ്ണമുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയത് അതുപോലെ ഒരെണ്ണം, കേരളത്തിലെ നമ്മുടെ മൺമറഞ്ഞു പോയ ട്രഡീഷണൽ അഗ്രികൾച്ചർ. അതായത് ഇതേപോലെ തന്നെ വലിയ പാനലാണ്. ഈ പാനലിൽ നമ്മൾ കാണിച്ചിരിക്കുന്ന മുഴുവൻ നമ്മുടെ പഴയ കാളവണ്ടി, പിന്നെ ഈ നമ്മൾ വളവര വെച്ച വഞ്ചി എന്ന് പറയില്ലേ, പണ്ട് സാധനങ്ങൾ കൊണ്ടുവരുന്ന വഞ്ചികൾ, പിന്നെ ചക്രം ചവിട്ടിയിട്ട് വെള്ളം നമ്മൾ പാടത്തേക്ക് കയറ്റി വിടുന്നത്, ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും, പഴയ പണിക്കാർ എങ്ങനെയായിരുന്നു, പഴയ കൃഷി സമ്പ്രദായം എങ്ങനെയായിരുന്നു, അതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 10-35 സ്ക്വയർ ഫീറ്റിൽ ചെയ്തിരിക്കുന്ന വർക്കാണ്. അതും ഒരു വലിയ വർക്ക് എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു അംഗീകാരമാണ്. അത് ഇതുപോലെ കുറേ വർക്കുകൾ. പിന്നെ ഒരെണ്ണം എൻ്റെ ഒരു ഫ്രണ്ടാണ് ശ്രീനാഥ്, അദ്ദേഹം ചെയ്യിപ്പിച്ചാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വേണ്ടിയിട്ടായിരുന്നു. മെയിനായിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പാചകമായിരിക്കണം അതിൻ്റെ സബ്ജക്റ്റ്. അതൊരു ആണിൻ്റെ പാചകമായിരിക്കണം. അത് പുരാണമായിട്ട് കണക്ട് ചെയ്ത് കിടക്കും. നമുക്ക് നളപാചകം, സത്യം പറഞ്ഞാൽ നളപാചകം. അപ്പോൾ നമ്മളിതിനെക്കുറിച്ച് ഒരുപാട് പഠിക്കും. ഏത് വർക്ക് കിട്ടിയാലും ഞാൻ ഒരുപാട് ഹോംവർക്ക് ചെയ്തിട്ടേ ഞാൻ ചെയ്യുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ വർക്കിൽ വേണം എന്നുള്ളത് വളരെ നിർബന്ധമാണ്. ഒരാളുടെ വർക്ക് അതേപോലെ തന്നെ നമ്മൾ കോപ്പി ചെയ്യണമെങ്കിൽ കാര്യമില്ല. എന്ന് വെച്ചാൽ അപ്രീസിയേഷനാണ് മ്യൂറൽസിന് എപ്പോഴും. മ്യൂറലല്ല, ഏത് പെയിൻറ്റിങ്ങും ഡേ ബൈ ഡേ വില കൂടിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയാണ് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ബെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാനിതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ഒരു 2 മാസമൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ടുണ്ടാവും. ഏറ്റവും കൂടുതൽ പഠിച്ചത് വിന്ധ്യ ഇതാണ് കൂർഗിൻ്റെ വർക്കാണ്. 5-6 മാസം അതിൻ്റെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും PDF ഫോർമാറ്റിൽ ഈ സ്റ്റോറി മുഴുവൻ എനിക്ക് സിംഗപ്പൂരിൽ നിന്ന് അയച്ചു തരും. ഞാനിവിടെ നിന്ന് വായിക്കും, തിരുത്തൽ, അങ്ങനെ ചെയ്തു പോയത്. സ്കെച്ച് ചെയ്തൊക്കെ ചെയ്ത്. ഇതെന്ന് വെച്ചാൽ നമുക്ക് പാചകം വേണം, ആൺ കഥാപാത്രം വേണം. വേറെ ആരില്ല, നളനെ തന്നെ പിടിച്ച്. പക്ഷെ നളനെ ചെയ്തിരിക്കുന്നത് ഭയങ്കര സൈസിലാണ്. 30 സ്ക്വയർ ഫീറ്റ് ഉണ്ട് അവർക്ക്. അതിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ധാന്യങ്ങൾ, നമ്മുടെ പച്ചക്കറികൾ, ഇതെല്ലാം കാണിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഈ നളൻ്റെ മുമ്പിൽ പാൽപ്പായസമാണ്. പാൽപ്പായസത്തിൻ്റെ അടുപ്പിൻ്റെ മുമ്പിലാണ് നളൻ നിൽക്കുന്നത്. അപ്പോൾ നളൻ നിൽക്കണു, നളനിങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കുന്നതായിട്ടാണ് വരച്ചിരിക്കുന്നത്. ഒരു മ്യൂറൽ ശൈലിയിലാണ് വരച്ചിരിക്കുന്നത്. ഫുൾ മ്യൂറലായിട്ടാണ് വരച്ചിരിക്കുന്നത്. പിന്നെ എന്താ വെച്ചാൽ അതിലൊരു നമ്മൾ ഒരുപാട് ലോജിക്ക് ഇതിൽ നോക്കും. ഒരു അടുക്കളയിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും നമുക്കൊരു കിരീടം കൊടുക്കാൻ പറ്റില്ല. കിരീടം വച്ചില്ലെങ്കിൽ അതിനൊരു ഭംഗി കംപ്ലീറ്റ് ആവില്ല. മ്യൂറലല്ല, ഒരു ഭംഗിയും വേണം. പിന്നെ അതിനൊരു തുണി കൊണ്ടുള്ളൊരു കെട്ടൊക്കെ ആക്കി അങ്ങനെ നമ്മുടേതായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി അങ്ങനെ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. പരീക്ഷണങ്ങൾ ഒരുപാട് ചെയ്യും. പരീക്ഷണങ്ങൾ നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അതിന് പറ്റിയ ബയസ് വേണം, അല്ലെങ്കിൽ കളക്ടേഴ്സ് വേണം. നമ്മൾ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാക്കുന്നവരാണെങ്കിൽ മാത്രമേ നമ്മൾ പരീക്ഷണത്തിന് അതിന് നിൽക്കില്ല. മ്യൂറൽ ചിത്രത്തിന്റെ കാര്യത്തിൽ എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, ഇതാണ് മ്യൂറൽ ചിത്രം എന്ന് പറഞ്ഞ് മനസ്സിലുള്ള കുറച്ച് പിക്ചേഴ്സ്. അതെന്താ വെച്ചാൽ ഈ വരുന്നവർ മുഴുവൻ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു റെഫറൻസ് എടുത്തിട്ടായിരിക്കും നമ്മുടെ അടുത്ത് വരുന്നത്. ഇപ്പം അതുപോലെ വേറൊരു വർക്ക് ചെയ്തതാണ്, ISRO ഒരു എഞ്ചിനീയർക്ക് വേണ്ടി ചെയ്തതാണ്. അദ്ദേഹം പറഞ്ഞത് കൃഷ്ണനും യശോദയും വേണം, വേറെ എങ്ങും വരാത്ത രീതിയിലുള്ളൊരു വർക്ക് വേണം. എനിക്ക് ഫുൾ ഫ്രീഡം തന്നു, അതേപോലെ തന്നെ ചെയ്തു കൊടുത്തു. ഉറിയിലെ മുകളിൽ വെണ്ണ എടുക്കാൻ വേണ്ടി കയറുന്ന കൃഷ്ണൻ, താഴെ ചെറിയൊരു വടിയായിട്ട് നിൽക്കുന്ന യശോദ. അപ്പോൾ ഇത്രയും നിൽക്കുമ്പോൾ ഇതൊരു ഇൻഡോർ സ്റ്റോറിയാണ്. ഇതിൻ്റെ അകത്തേക്ക് വേറെ ഒന്നും പുറത്തേക്ക് നിന്ന് വരുന്നില്ല. അപ്പോൾ അതിനൊരു ഭംഗിക്കുറവ് തോന്നി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു വിശാലമായിട്ടുള്ളൊരു ഡോർ കൊടുത്തു ഒരു സൈഡിൽ. ആ ഡോറിൽ കൂടി പുറത്തെ കാഴ്ചകളും കാണാം. കുറേ പശുക്കൾ ഇത് വന്ന് ഇങ്ങനെ നോക്കി നിൽക്കണം, കണ്ണനെ നോക്കി നിൽക്കുന്ന രീതിയിൽ വരച്ചു. അത് ഭയങ്കര നല്ലൊരു അപ്രീസിയേഷൻ മറ്റൊരു വർക്കാണ്. അപ്പോൾ നമ്മളിങ്ങനെ പിന്നെ ഒരു രാധാകൃഷ്ണൻ ഇതുപോലെ തന്നെ വന്നു. ഈ രാധാകൃഷ്ണ പറഞ്ഞതെന്ന് വെച്ചാൽ സാധാരണ ആളുകൾ വരയ്ക്കുന്ന രാധാകൃഷ്ണ വേണ്ട, ഇവർക്ക് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രാധാകൃഷ്ണനാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു വഞ്ചിയിൽ രാധയും കൃഷ്ണനും കൂടി ഇങ്ങനെ ട്രാവൽ ചെയ്യണതായിട്ട്, അതിൻ്റെ മുകളിൽ മുഴുവൻ നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരുതരം പക്ഷികളാണ്.
താഴെ കംപ്ലീറ്റ് ആമ്പൽ പൂക്കളാണ്. ഈ കൃഷ്ണനും രാധയും കൂടി ഇങ്ങനെ വഞ്ചി പോകുമ്പോൾ രാധ ആമ്പലിൻ്റെ പൂക്കൾ ഇങ്ങനെ പറിച്ച് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നു, കൃഷ്ണൻ ഇങ്ങനെ കിളികളെ നോക്കി നിൽക്കണമായിട്ടുള്ളൊരു വർക്ക് ചെയ്തു. അപ്പോൾ ഇത്തരം വർക്കുകൾ ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മളിലുള്ള എന്തെങ്കിലും ആർട്ട് ബേസ്ഡ് ആയിട്ടുള്ള നമ്മുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നമുക്ക് ചെയ്യാൻ സാധിക്കണം. അതുപോലെ തന്നെ മനോജ് ചിറ്റൂരപ്പൻ്റെ കുറച്ച് ചിത്രം. ചിറ്റൂരപ്പൻ്റെ ചെയ്തു. ചിറ്റൂരപ്പൻ്റെ എന്ന് വെച്ചാൽ അതൊരു എന്താ പറയുക, ഫസ്റ്റ് വർക്ക് ചിറ്റൂരപ്പൻ്റെയാണ് ചെയ്തത്. അത് വച്ചു. അതിനുശേഷം പിന്നെ അവിടെ നാട്ടിൽ തന്നെ പലരും അവിടെ ഉണ്ടായിരുന്ന വർക്കുകൾ പലതും, ചിറ്റൂർ അമ്പലത്തിലെ തന്നെ വർക്കുകൾ പലതും എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ 10 വർക്കോളം ചിറ്റൂരപ്പൻ്റെ ഞാൻ ചെയ്തിട്ടുണ്ട്, പല വീടുകളിലായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ അമ്പലത്തിൽ തന്നെ ഇപ്പോൾ അവിടുത്തെ ഒരു ഇത് ചെയ്തിരുന്നു, മുഖപ്പ് രണ്ടാമത് പെയിൻറ്റ് ചെയ്തു, 100 വർഷം പഴക്കമുള്ളതാണ്. അത് ഞാനാണ് ചെയ്തേക്കണം. പിന്നെ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ മുമ്പിലിരിക്കുന്ന എൻ്റെ വർക്കാണ്, ശ്രീകോവിലിൻ്റെ ബാക്കിലിരിക്കുന്നതും ഒരു പഴയ വർക്കായിരുന്നു, അത് റിസ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വലിയൊരു ഭാഗ്യ, ജീവിതത്തിൽ കിട്ടാവുന്ന വലിയ ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. അതെ അതെ അതെ. മറ്റുള്ള പെയിൻറ്റിങ്സിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഈ ചുമർ ചിത്രകല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മൂല്യമാണ്. ഭയങ്കര എല്ലാവർക്കും ഒന്നും എളുപ്പത്തിലൊന്നും കൈവയ്ക്കാൻ പറ്റാത്തൊരു ആർട്ട് ഫോം എന്ന രീതിയിൽ അത് ഭയങ്കര ഡെഡിക്കേഷൻ ആവശ്യമുള്ളൊരു ആർട്ട് ഫോമാണ് ഈ ചുമർ ചിത്രം എന്ന് പറയുമ്പോൾ. മറ്റുള്ളൊരു പെയിൻറ്റിങ് ചെയ്യുന്ന പോലെ ലാഘവത്തോടെ അതിന് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയും പിന്നെ അതിന് കലാകാരൻ ഉപയോഗിക്കുന്ന സമയം, അവൻ്റെ ഡെഡിക്കേഷൻ, ഹാർഡ് വർക്ക് എല്ലാം നോക്കുമ്പോൾ അതിന് മൂല്യം കൂടുതലാണ്. അത് ഒരാൾക്ക് സ്വന്തം ഒരു വലിയൊരു ചുമർ ചിത്രം സ്വന്തമാക്കണമെങ്കിൽ നല്ലൊരു വില കൊടുക്കേണ്ടി വരും. പക്ഷേ ഇപ്പോൾ വളരെ നിസ്സാര വിലയ്ക്ക് ഇതിൻ്റെയൊക്കെ പ്രിൻറ്റുകൾ ലഭിക്കും. നമുക്കിപ്പം ക്യാൻവാസിലൊക്കെ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് പെയിൻറ്റിങ് ആണോ അതോ പ്രിൻ്റ് ആണോ എന്ന് പോലും സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. അത് ശരിക്കും ചുമർ ചിത്രകല അഭിമുഖീകരിക്കുന്നൊരു വലിയ ത്രട്ടല്ലേ? അതെങ്ങനെയാണ് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുക? തീർച്ചയായിട്ടും ഈ പറഞ്ഞത് വലിയ കാര്യമാണ്. അതായത് ഇപ്പോൾ ചില സ്ഥാപനങ്ങൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വല്ലവരും വരച്ചതിൻ്റെ പ്രിൻ്റ് എടുത്ത് കൊടുക്കും, അല്ലെങ്കിൽ വല്ലവരും വരച്ച ചിത്രങ്ങൾ എടുത്തിട്ട് അതിന് ചെറിയ എയിലിട്ടിട്ട് ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് പ്രിൻ്റ് വിൽക്കണം. അതെ, മനസ്സിലായി? ഒന്നത്. രണ്ടിപ്പോൾ വേറൊരു ന്യൂസ് കണ്ടു, നമ്മൾ വരയ്ക്കാനുള്ള സ്കെച്ചുകൾ പ്രിൻ്റ് ചെയ്തിട്ട് ക്യാൻവാസിൽ വിൽക്കണം. ഇതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു ചിത്രകലയുടെ ഒരു വാല്യൂവിനെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ വേറെ കാര്യമുണ്ട്, ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ വരയ്ക്കുന്ന നല്ല ആർട്ടിസ്റ്റ്മാർ വിശ്വസിക്കുന്ന ഒരു കാര്യം, ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നല്ലൊരു ആർട്ട് പീസ് വീട്ടിൽ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 1 കോടി രൂപയുടെ ഒരു വീട് വയ്ക്കുന്ന ഒരാളാണെന്ന് വയ്ക്കാം. 1 കോടി രൂപയുടെ ഒരു വീട് വയ്ക്കുന്ന ആൾ ഒരു പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് ഡെഫിനറ്റായിട്ടും അവിടെ ഈ ഒരു ലാഭം നോക്കില്ല. ഇതിനെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ ഇത്രയും വലിയൊരു വീട് പണിതിട്ട് ഇങ്ങനെ ഒരു സാധനം അവിടെ മേടിച്ച് വയ്ക്കുമ്പോൾ ആ വീടിൻ്റെയും കൂടി വാല്യൂ കുറയാണ്. എന്ന് വെച്ചാൽ ഇത് പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞൊരു പ്രസ്റ്റീജാണ് പലർക്കും, അല്ലെങ്കിൽ പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞൊരു ആർട്ട് പീസാണത്. ഇപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന മൊണാലിസ പോലുള്ള പെയിൻറ്റിങ്സൊക്കെ എത്രയോ വർഷമായിട്ട് ഇതിങ്ങനെ ഇരിക്കുന്നതിൻ്റെ റീസൺ എന്തുകൊണ്ടാണ്? ഞാൻ കമ്പാരിസൺ പറയുകയല്ല, ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ വാല്യൂ ആണ്. ഈ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. നമ്മുടെ ഇവിടെ തന്നെ എന്തും മനോഹരമായിട്ടുള്ള മ്യൂറൽ ആർട്ടുകൾ എത്രയോ പേര് ചെയ്തിരിക്കുന്ന വർക്കുകളുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രിൻ്റ് എടുത്തിട്ട് വിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക. അപ്പോൾ ഞാൻ ചെയ്യണ കാര്യം എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു കാരണവശാലും മാക്സിമം ഡയറക്റ്റായിട്ട് ഒരു സോഷ്യൽ മീഡിയയിലും ഞാൻ എൻ്റെ വർക്കുകൾ ഞാൻ ഇടാറില്ല. ഇടുകയാണെങ്കിൽ തന്നെ വല്ല വീഡിയോ എടുത്തിടും ചെറുതായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ബിസിനസ് പോലെ എടുത്തിട്ട് കോപ്പി ചെയ്ത് ചെയ്യണം. അത് തെറ്റാണ്. മാത്രമല്ല ഇത് ആർട്ടിസ്റ്റുമാരെ ശ്രദ്ധിക്കേണ്ടത്. ഇടരുത് വർക്കുകൾ. മാത്രമല്ല ശക്തമായിട്ട് ഇപ്പോൾ എൻ്റെ ഒരു വർക്ക് എവിടെയെങ്കിലും ഞാൻ കണ്ടു കഴിഞ്ഞാൽ ശക്തമായിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് ഞാൻ എൻ്റെ വർക്ക് പോസ്റ്റ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കതിന് കോപ്പിറൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ബുദ്ധിമുട്ടി 10 20 ചിലപ്പോൾ 3-4 മാസമൊക്കെ ഇരുന്നിട്ടാണ് ഓരോരുത്തരെ വർക്ക് ചെയ്യുന്നത്. വലിയ വർക്കുകൾ ചെയ്യുന്ന ആളുകളുണ്ട്, എന്നെക്കാട്ടിലും വലിയ വർക്കുകൾ ഒരുപാട് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ ഇതൊക്കെ കൊണ്ടുപോയിട്ട് ഒറ്റ ദിവസം കൊണ്ട് കോപ്പി എടുത്തിട്ട് ഇടുകയാണ് ഇതിൽ. അതൊന്ന്. 2, എൻ്റെ പെയിൻറ്റിങ് എനിക്കറിയാവുന്നതാണ്. എൻ്റെ പെയിൻറ്റിങ് ഞാൻ നോക്കുമ്പോൾ വേറൊരാൾ വരച്ചതായിട്ട് സോഷ്യൽ മീഡിയയിൽ എന്നെക്കാട്ടിലും കൂടുതൽ വൈറലായിട്ടിരിക്കണം. സീരിയസ്ലി. അതായത് ഞാൻ വരച്ച വർക്കാണ്, എൻ്റെ പേരങ്ങോട്ട് മാറ്റിയിട്ട് ആ ആളുടെ പേരിട്ടിട്ടുണ്ട്, വർക്ക് നേരെ കയറിപ്പോയി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഫ്രണ്ട്സാണ് തിരിച്ചെടുത്ത് അയച്ചിരുന്നത്. നിൻ്റെ പെയിൻറ്റിങ് അല്ലേ എന്ന് ചോദിച്ചാൽ അതെ, ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീയാണ്, നോർത്ത് ഇന്ത്യയിലുള്ള ഒരു സ്ത്രീ, അവരുടെ വർക്കായിട്ട് അവരിട്ടേക്കാണ്. ഈ വക തട്ടിപ്പുകളെല്ലാം ഇതിൽ നടക്കുന്നുണ്ട്. പക്ഷേ ജെനുവിനായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിന് ഇതിനെ പേടിക്കേണ്ട ആവശ്യങ്ങൾ ഒരു പരിധി വരെ ഇല്ല. ഒന്നും നമ്മൾ ഇടാതിരിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പം ഞാനൊരു വർക്ക് ചെയ്തു, ഇട്ടു, എവിടെയെങ്കിലും വച്ചു, ഇപ്പോഴത്തെ കണ്ടീഷനിൽ എങ്ങനെ വെച്ചാൽ ഫോട്ടോ എടുത്തുകൊണ്ട് പോയിട്ട് എയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ നല്ലൊരു സാധനം തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടണ കാലമായി. പക്ഷേ ഞാൻ പറയണ വാല്യൂ, വർക്കിനെ വാല്യൂ ചെയ്യുന്ന, ആർട്ടിനെ വാല്യൂ ചെയ്യുന്ന ആളുകൾ അതിൽ നിന്ന് പിന്തിരിയണം. അത് വാങ്ങാൻ നിൽക്കരുത്. അപ്പോൾ തന്നെ പകുതി പ്രശ്നം അവിടെ തീർന്നു. പക്ഷേ ഇനിയത്തെ കാലം അങ്ങനെയാണ്, നമ്മൾ പറഞ്ഞിട്ടല്ല. പക്ഷേ പ്രിൻറ്റിനൊക്കെ എന്ത് പറഞ്ഞിട്ട് ഇപ്പോൾ തന്നെ ഫോട്ടോ പ്രിൻറ്റുകൾ വന്നു, ലേസർ പ്രിൻറ്റ്സ് വന്നു.
അന്നൊക്കെ നമ്മൾ അയ്യോ ഇനി പ്രിൻ്റ് വന്ന് എങ്ങനെ വിൽക്കാൻ പറ്റും, അതൊക്കെ വെറുതെ തോന്നണം. നല്ല വർക്കാണെങ്കിൽ ഇപ്പോഴും മേടിക്കാൻ ആളുകളുണ്ട്. പക്ഷേ ഈ ചെയ്യുന്നത് വെറുതെ ഒരു ശരിയായിട്ടുള്ള നടപടിക്രമമല്ല. ഒരുപാട് എനിക്ക് തോന്നുന്നു എവിടെയോ ഞാൻ കണ്ടു ഒരു ബോർഡ് തന്നെ ഉണ്ട് ആരുടെ പേരിൽ, ഞങ്ങൾ മ്യൂറിൽ പ്രിൻ്റ് ചെയ്ത് കൊടുക്കും. ആരുടെയെങ്കിലും വർക്കുകളാണ് എടുത്തിട്ട് പ്രിൻ്റ് ചെയ്യണം, അതിലെന്തെന്ന് ന്യായമുള്ളതെന്നുള്ളത് നമുക്കറിയില്ല. അതിനൊരു എന്താ പറയുക, അതിന്റെ മൂല്യം നഷ്ടപ്പെടുകയാണ്. ഓരോ ഗോൾഡ് മേടിച്ച് വെക്കണ പോലെ പെയിന്റിങ്സ് പലരും. എൻ്റെ 20 പെയിന്റിങ് കളക്ട് ചെയ്തേക്കുന്ന ആളുണ്ട്, എനിക്കറിയാം. മ്യൂറിൽ മാത്രമല്ല പല പെയിന്റിങ്ങളായിട്ട്. എന്നുവെച്ചാൽ അദ്ദേഹം എൻ്റെ അടുത്ത് 2500 രൂപയ്ക്ക് ഞാൻ വിൽക്കുന്ന സമയത്ത് മേടിച്ച വർക്ക് ഇപ്പോൾ എൻ്റെ സിഗ്നേച്ചർ വാല്യൂ കുറച്ചെങ്കിലും കൂടിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയണത് ഞാനല്ല, ഏത് ആർട്ടിസ്റ്റാണെങ്കിലും കൂടുതലനുസരിച്ചിട്ട് പെയിന്റിങ്ങിന് വാല്യൂ കൂടുള്ളൂ. അപ്പോൾ വീടുകളിൽ ഇപ്പോൾ ഒരു പവൻ മേടിച്ച് വെക്കണ പോലെ ഒരു പെയിന്റിങ് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഭിത്തിയിലിരിക്കുകയും ചെയ്യും. അതിനൊരു അപ്രീസിയേഷനാണ് എപ്പോഴും. ഇവർ ഈ പെയിൻറ്റിങ് കളക്ടേഴ്സ് പലപ്പോഴും ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ പോലും അറിയില്ല. നമ്മുടെ നിന്ന് വാങ്ങുന്ന വർക്കുകൾ അവരിത് പല ഗാലറീസിലും വെച്ച് വിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് കളക്ടേഴ്സ് ആയിട്ടുള്ള കണക്ഷൻസിൽ അവർ വിറ്റ് പോകുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഹ്യൂജ് ബിസിനസ്സാണ്. എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് നാൾ മുമ്പ് ഹിന്ദു പേപ്പറിലോ, ഹിന്ദുവിലാണോ ഇന്ത്യൻ എക്സ്പ്രസ്സിലാണോ, ഇതിനെക്കുറിച്ചൊരു ഫീച്ചർ തന്നെ ഉണ്ടായിരുന്നു. അതായത് ഹൗ ടു ഇൻവെസ്റ്റ് ഇൻ പെയിൻറ്റിങ്സ്. അപ്പോൾ അതൊരു വലിയ ബിസിനസ്സാണ്, ഒരു വലിയ ചാൻസ് ഉള്ളൊരു ഏരിയ ആയിട്ടാണ് ഇപ്പോഴും കാണുന്നത്. അതെ, ഇത് പറയുമ്പോൾ വേറൊരു കാര്യം പറയണം. കാരണം ഈ മ്യൂറൽ ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് ഇത്രയും വലിയൊരു തപസ്യയും ഇത്രയും വലിയൊരു ബുദ്ധിമുട്ടും ഒക്കെ ഉള്ള സമയത്ത് ഇപ്പോൾ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ കേട്ടിട്ടുണ്ട് 10 ദിവസത്തെ വർക്ക്ഷോപ്പ് മ്യൂറൽ പെയിൻറ്റിങ് പഠിപ്പിക്കും, അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് മ്യൂറൽ പെയിൻറ്റിങ് പഠിപ്പിക്കും. ഇതിൽ പങ്കെടുക്കുന്നവർ തന്നെ ഉടനെ പോസ്റ്റ് ചെയ്യുന്നതൊക്കെ കാണാറുണ്ട്, അവർ വരച്ച മ്യൂറൽ ചിത്രം. പിന്നെ അവർ മ്യൂറൽ ആർട്ടിസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത് തന്നെ. അവർ സ്വയം പറയുകയാണ്. ഞാൻ വിചാരിക്കുന്നത് എങ്ങനെയാണ് അതിനുള്ളൊരു ധൈര്യം വരിക എന്ന്. അത്തരം പഠിപ്പിക്കുന്ന സ്ഥലങ്ങൾ പതുക്കെ നിന്ന് പോകും, അല്ലാണ്ട് ഒരിക്കലും അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അല്ല, എങ്ങനെയാണ് അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ ഇവരെ പഠിപ്പിക്കുക? അതാ ഞാൻ പറയണത്. പഠിപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു 100 രൂപയ്ക്ക് മ്യൂറൽ പെയിൻറ്റിങ് പഠിപ്പിക്കും. ഒരു ഡിസൈന് 100 രൂപ, 1000 രൂപയ്ക്ക് 10 ഡിസൈൻ പഠിപ്പിക്കും. 10 ഡിസൈൻ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് പഠിക്കാം. പഠിപ്പിക്കുന്നത് നോർത്ത് ഇന്ത്യയിലുള്ള ആരാണ്. അത് എനിക്ക് തോന്നുന്നു എറണാകുളത്തും കണ്ട ഒരു ക്ലാസ് വയ്ക്കാനുള്ള പ്ലാനിലാണ് അവർ ഇത് ചെയ്തത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് അത് നടന്നിട്ടില്ല ഇതുവരെ. ഇത്ര ആലോചിച്ചാൽ മതി. ഒരു മ്യൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ മ്യൂറൽ പഠിപ്പിക്കണമെന്നും പറഞ്ഞ് ഒരാൾ ഒരു ആഡ് കൊടുക്കുകയാണെങ്കിൽ ഈ ആൾ അവർ വരച്ച ഒരു 4-5 ചിത്രങ്ങൾ അതിൻ്റെ ഒപ്പം കൊടുക്കണം. ഡെഫിനറ്റായിട്ട് നമുക്ക് അവരെന്താണെന്നും അവരുടെ വര എന്താണെന്നും അവരെന്ത് ചെയ്യുന്നുള്ളതും ഒരുപാട് ശൈലികളുണ്ട് ഇതിൽ, എന്ത് ചെയ്യുന്നുള്ളതും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇല്ലാണ്ട് ഞാൻ പഠിപ്പിക്കുന്നു പറഞ്ഞാൽ ആരെങ്കിലും പഠിപ്പിക്കണതിൻ്റെ ഒരു കോപ്പിയോ അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും ഒരു ഡിസൈനോ എടുത്തിട്ടിട്ട് മ്യൂറൽ പഠിപ്പിക്കാമെന്ന് പറയുന്നത് ഒരിക്കലും ആ പഠിത്തം ശരിയാവില്ല. ഈ എൻ്റെ അടുത്തുണ്ട് 1-2 പേര് ഇതുപോലെ പല സ്ഥലത്തും ചെറുതായിട്ട് പഠിച്ചു കഴിഞ്ഞ് വന്നിട്ട് സ്വയം വർക്ക് ചെയ്ത് തുടങ്ങിയേക്കുന്ന ആളുകൾ വരെയുണ്ട്. അപ്പം ഇതൊരു തപസ്യ തന്നെയാണ്, അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഇത് നമ്മൾ എത്രയോ നാളുകൊണ്ട് പഠിച്ചു, അത് കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്തു, അങ്ങനെ നമ്മൾ വരുന്നൊരു സംഭവമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ ഒരുപാട് എന്താണെന്നുണ്ടോ. നമ്മുടെ എന്താ പറയുക, വരയുടെ ഒരു രീതി തന്നെ നമ്മൾ ഓരോ ദിവസവും നമ്മൾ തന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതറിയാത്ത ഒരാൾ പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ എങ്ങനെയാണ് ഒരു നല്ല ഗുരുവിനെ കണ്ടെത്താൻ പറ്റുക എൻ്റെ ചിത്രകല പഠിപ്പിക്കാനായിട്ട്? അല്ല, ഞാൻ പറഞ്ഞത് ഗുരുവിനെ കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമുക്കത് എന്താണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ധാരണ വേണം. അതായത് ഇപ്പോൾ മ്യൂറൽ പഠിക്കണം, അല്ലെങ്കിൽ പെയിൻറ്റിങ് പഠിക്കണം, അല്ലെങ്കിൽ കുട്ടികളാണെങ്കിൽ എൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് പെയിൻറ്റിങ്ങും ഡ്രോയിങ്ങും രണ്ടും കൂടി പഠിക്കണം, ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. മ്യൂറൽ പഠിക്കാൻ വരുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഗുരുവിനെ കണ്ടെത്തുന്നതിന് മുമ്പായിട്ട് അവരുടേതായിട്ടുള്ള ചില തീരുമാനങ്ങളുണ്ടാവും. ഒന്ന് ക്ഷമ വേണം. ക്ഷമ എന്ന് പറഞ്ഞൊരു സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മ്യൂറലിൽ. അതായത് ജോയിൻ ചെയ്ത് ഒരു 3 മാസം 4 മാസം കഴിഞ്ഞാൽ എനിക്കൊരു കംപ്ലീറ്റ് വർക്ക് ചെയ്ത് തരാമോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത് വരുന്ന ആളുകളുണ്ട്. ഞാൻ പറയുന്നത് നടക്കില്ല, ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ക്ലാസ്സാണ് ചെയ്യണമെന്ന് നമുക്ക് പറ്റില്ല. പിന്നെ പറ്റും എങ്ങനെ, ഒരു പെയിൻറ്റിങ് കംപ്ലീറ്റ് ചെയ്യാനാണെങ്കിൽ നടക്കും, അല്ലാണ്ട് നമുക്ക് ചെയ്യില്ല. ഈ ഒരു പെയിൻറ്റിങ് കംപ്ലീറ്റ് ചെയ്യണത് തന്നെ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഒപ്പം ഇരുന്ന് അല്ലെങ്കിൽ ഒപ്പം നിന്ന് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ആ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് വരില്ല അതിൽ. പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ലേ, ആളുകൾ ഫാസ്റ്റായിട്ടുള്ള വഴി നോക്കുമ്പോഴോ എക്കണോമിക്കലി കുറച്ചും കൂടി വയബിളായിട്ടുള്ള വഴി നോക്കുമ്പോഴോ ചിലപ്പോൾ നല്ല പെയിൻറ്റിങ്ങുകളോ നല്ല കോഴ്സോ ശരിക്കും സംഭവിക്കില്ല. അതാണ് പ്രശ്നം അതിൻ്റെ.